ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രൊമോ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മറക്കാതെ ഓർക്കുക. ഇന്ന് രാത്രി 8:30 മണി മുതൽ 9:30 മണി വരെ മഹാ എപ്പിസോഡാട്ടോ നമ്മുടെ മഹാലക്ഷ്മി. കേട്ടോ? അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഭയങ്കര നമ്മളേക്ക് ദുഃഖിപ്പിക്കുന്ന ഒരു എപ്പിസോഡും തന്നെയാട്ടോ. നമ്മുടെ കണ്ണൻ ആ മരുന്ന് കുടിച്ചിട്ട് ഭയങ്കര ദേഹാസ്വസ്ഥ്യം വരികയും കണ്ണൻ അപകട നിലയിലാകുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൻ ഓടിയ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വീൽ ചെയറിൽ ഇങ്ങനെ ധൃതിക്ക് പോയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലിങ്ങനെ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിനുശേഷം ഈ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി കാണുന്നത്. ഇപ്പൊ മഹാലക്ഷ്മി പറയുന്നത് കുറെ കരയുന്നുണ്ട്. അയ്യോ, എന്ത് പറ്റി കണ്ണീട്ടാന്നൊക്കെ പറഞ്ഞ് കുറെ കരയുന്നുണ്ട്. അപ്പൊ ഈ ഒരു രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ കമലേശ്വരത്ത് മറ്റു വീട്ടുകാർ പിന്നെ അറിയാലോ ആരെയാണ് പഠിക്കുന്നതെന്ന്, അല്ലെ? നീ കണ്ണനെ കൊല്ലാൻ നോക്കുകയല്ലേ, നീ മനഃപൂർവ്വം മരുന്നിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി ഇവര് കുറെ കുത്തുവാക്കുകളൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണനാണെങ്കിൽ എതിർത്തൊന്നും പറയാനുള്ള ഒരു ശേഷി പോലും ഇല്ല. അത്രയ്ക്ക് ഇങ്ങനെ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആ ഒരു പൂജാമുറിയിൽ പോയി അയ്യപ്പന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ഉണ്ണിയും കരുണയും നമ്മുടെ ദുർഗാമ്മയും എല്ലാവരും നമ്മുടെ കണ്ണൻ എന്തെങ്കിലും പറ്റാൻ വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടി ഇരിക്കുകയും ചെയ്യുക. നമ്മുടെ മേഘനാഥൻ കാത്തിരിക്കുന്നു, നമ്മുടെ സാഗർ കാത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇവര് വേറെ പ്ലാനൊക്കെ അവിടെ ചെയ്തു തുടങ്ങി. ആ കണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, മഹാലക്ഷ്മി അടിച്ചിറക്കണം എന്നൊക്കെ ഇവര് പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങി. അപ്പൊ ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ആ മരുന്നിൽ എന്തെങ്കിലും നമ്മുടെ ദുർഗയും നമ്മുടെ ആ കരുണയും കൂടി ചേർത്തിട്ടുണ്ടാകുമോ? നമ്മുടെ കണ്ണൻ അപകട നിലയിൽ നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയിലുടനീളം കാണാൻ സാധിക്കുന്ന കാഴ്ചയായിട്ട്. അപ്പൊ എന്തായാലും ഒന്നും സംഭവിക്കരുത്, അല്ലെ പ്രേക്ഷകര്? നമ്മൾക്ക് അതാണ് ആഗ്രഹം, അല്ലെ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ആവട്ടെ. എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ അവിടെ സംഭവിക്കട്ടെ, അല്ല അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പൻ നമ്മുടെ കണ്ണനെ കാത്തു രക്ഷിക്കട്ടെ, അല്ലെ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.